തിരുവനന്തപുരം പേരോക്കടയ്ക്ക് സമീപം NCC റോഡിലാണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിലും തേക്കുംതടിയിലും നിർമ്മിച്ചിട്ടുള്ള നമുക്കൊരു നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു വീടാണ്. 4 ബെഡ്റൂം വീടാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പേരോക്കടയിൽ നിന്ന് കുടപ്പനക്കുന്ന് റോഡ് വരുമ്പോഴത്തേക്കും കൺകോടിയ സ്കൂളിന് നേരെ എതിർവശം NCC റോഡ്. NCC റോഡ് ഇങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ വലത്തോട്ട് ദുർഗാ നഗർ എന്ന് പറഞ്ഞ് ഒരു റോഡ് കാണാൻ സാധിക്കും. അതിനകത്ത് കയറിയിട്ട് രണ്ടാമത്തെ റൈറ്റ്, അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരെയും കഷ്ടിച്ചൊരു 300-350 മീറ്റർ വരുള്ളൂ കേട്ടോ. ആ രീതിയിലാണ് ആക്സസ് ഉള്ളത്. നല്ല രസമായിട്ടുള്ള എക്സ്റ്റീരിയർ വർക്കും അതുപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കും ഈ പ്രോപ്പർട്ടിക്ക് അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഇതുപോലെ വീടുകളുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത്. മുൻവശത്തുള്ള മതിലൊക്കെ നോക്കി നല്ല രസമായിട്ട് ആഡംബര രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതാ ഈ ഗേറ്റ് വന്നിട്ട് ഓട്ടോമാറ്റഡ് ആണ്. അല്ലാണ്ട് നമുക്ക് വീട്ടിൽ കയറുമ്പോഴത്തേക്കും ഈ നടുവിലുള്ള ഈ ഒരു ഭാഗം തുറന്ന് കയറാവുന്നതാണ്. മുൻവശത്ത് നമുക്കിതാ ഇവിടെ ആയിട്ട് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അല്ലാണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വണ്ടികൾ ഇനിയും കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടും. ഒത്തിരിയധികം അലങ്കാര ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നോക്കി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഇതുപോലെ വുഡൻ പാനലിംഗ് ആണ് ഇതിലെല്ലാം ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. മുൻവശത്തുള്ള കട്ടളയും വാതിലും എല്ലാം ഗ്രാൻഡാണ്. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കാണ്. വീടിനകവും പുറവും എല്ലാം തന്നെ. കയറി വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് കാണാം. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഫാൻസി ലൈറ്റുകൾ ഒത്തിരിയധികം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നോക്കി, നമുക്കിവിടെ എല്ലാം തന്നെ ഈ ബാംബു ചാർക്കോൾ ബോർഡ് ഉപയോഗിച്ച് ഈ ചുമരിലെല്ലാം പാനലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റിംഗ് ഒക്കെ നമുക്ക് പല ഭാഗങ്ങളിൽ ഒഴിവാക്കാൻ സാധിക്കും. സാറിന് പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അഴുക്കൊന്നും ആവത്തില്ല, അതിനെ നമുക്ക് തുടച്ചെടുക്കാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരും. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇവിടെയുള്ള ഈ വർക്കുകളെല്ലാം തന്നെ ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും എല്ലാ തടിപ്പണികളും ഇതിനകത്ത് തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിലും ഈ വർക്കുകളെല്ലാം വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിവശത്തേക്കും ഇതുപോലെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ പറയാൻ പോകുന്നൊരു വിലയ്ക്ക് ഈ ഭാഗത്ത് പുറത്തായിട്ട് ഒരു വർക്ക് ഏരിയയും കൂടെ അവർ ചെയ്തു തരുന്നുണ്ടാവുകയെ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിനകത്ത് നോക്കിയാലും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബാംബു ചാർക്കോൾ ബോർഡ് ഉപയോഗിച്ച് ഇതുപോലെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡ് നോക്കിയേ, ഈ കബോർഡ് ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ടേബിള്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തൊക്കെ ഷവർ യൂണിറ്റ് എല്ലാം ജാഗ്വാറിന്റെ ഹെവി ആയിട്ടുള്ള ഒരു ഷവർ യൂണിറ്റ് ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. ക്ലോസറ്റ് എല്ലാം വരുന്ന ജാഗ്വാറാണ്. ഈ ക്ലോസറ്റ് എല്ലാം എടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കാണാൻ വരുന്നവരൊക്കെ ബാത്റൂം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയ്ക്ക് എടുത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇതിനെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും. നമ്മുടെ ഈ സ്റ്റെയർ ഇങ്ങനെ കയറി വന്ന് നേരെ മേളിലേക്ക് പോകുന്നുണ്ടാവും. അവിടെ ഒരു ഫാൻസി ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അവിടെ ഒരു ടവർ റൂം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇത് നമ്മളൊരു കോമൺ സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കി അതിൻ്റെ താഴെയും സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. മേളത്തെ നിലയിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത്. ഇതാണ് ആദ്യത്തെ റൂം. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അതേ രീതിയിൽ പാനലിംഗ് വർക്ക് നമ്മുടെ ഈ ചുമരിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇങ്ങനെയാണ് കബോർഡ് വരുന്നത്. ഇതെല്ലാം തേക്കും തടിയിലാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം വരുന്നത് ജാഗ്വാറാണ്. ഷവർ യൂണിറ്റ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്ന അടുത്തൊരു ബെഡ്റൂം. ഇത് നമ്മുടെ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു ബെഡ്റൂമിന്റെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ കബോർഡ് വർക്ക്, ഇവിടെ ഡ്രസ്സിംഗ് ടേബിള്, ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ്. ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാഷ് ബേസിനും ക്ലോസറ്റും ഒക്കെ ഇനി എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. എല്ലാ സാധനം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വേറെ ആരും എടുത്ത് ഉപയോഗിക്കാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നൊരു ബാൽക്കണിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ഡോർ ഇട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നോക്കിയാൽ ഗ്രാൻഡ് ആയിട്ടുള്ള പണിയാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് അല്ലാണ്ട് ഒരു വലിയൊരു ബാൽക്കണി സ്പേസ് കൂടെ വരുന്നുണ്ട്. നോക്കിയേ, ഇതുപോലെ വലിയൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇവിടെയും ഒരു അലങ്കാര ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മുൻവശം ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയാലും ഈ ജനലിന് ചുറ്റും ഇങ്ങനെയുള്ള തേക്കും തടിയിലുള്ള അലങ്കാര പണികളൊക്കെ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. പേരൂക്കട ജംഗ്ഷനിൽ നിന്നൊക്കെ വളരെ അടുത്ത്, ആ മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് 300 മീറ്റർ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി കഴിഞ്ഞാൽ പേരൂക്കട കുടപ്പനക്കുന്ന് മെയിൻ റോഡായി. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ഉദ്ദേശിക്കുന്ന വില 1,65,00,000 രൂപയാണ്. ഈ പറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇതിൻ്റെ പിൻവശത്തേക്കുള്ള ഒരു വർക്ക് ഏരിയ എല്ലാം തന്നെ അവർ ചെയ്തു തരുന്നുണ്ടാവുകയും താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ്.